അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, യാസറാണ് പൂക്കോട്ടുംപാടം. ഒരു ഉസ്താദിനെ തല്ലുകയാണ്. അതും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തല്ലുന്നത്. കുട്ടിനെ തല്ലി എന്ന് പറഞ്ഞിട്ടാണ് തല്ലുന്നത്. എന്താണ് അതിൻ്റെ എത്രത്തോളം തല്ലി, എന്തിനാ തല്ലിയത് എന്നുള്ളതൊന്നും പുറത്തു വന്നിട്ടില്ല. പലരും പറയുന്നുണ്ട് പഠിക്കാത്തതിനാണ്, ചിലർ പറയുന്നുണ്ട് കുട്ടിൻ്റെ അടുത്ത് മാണ്ടാത്തത് കണ്ടിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കാഞ്ഞിട്ടാണെങ്കിൽ കുട്ടികൾക്ക് അടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഓൽക്ക് മദ്രസ വിദ്യാഭ്യാസത്തിൽ ഇപ്പം നമ്മളൊക്കെ പഠിച്ചിനന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ KV ഉസ്താദിനെ ഓർത്തു പോവാണ്. ഞാൻ ഇന്ന് ഓതുന്ന ഖുർആനും കാര്യങ്ങളൊക്കെ ആ ഉസ്താദ് എന്താ പറയുക, പഠിക്കാഞ്ഞിട്ട് അതിൻ്റെ അറഫുകൾ ക്ലിയറാക്കിയിട്ട് ഓതാൻ വേണ്ടിയിട്ട് ശിക്ഷിച്ചിരുന്നു. അതിൻ്റെ ഗുണം ഞാനിന്ന് അനുഭവിക്കുന്നുണ്ട്. സത്യം ഞാൻ പറയുന്നത്, അതിൻ്റെ ഗുണം ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ മക്കളൊക്കെ പഠിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർ ഖുർആൻ ഓതണവും മറ്റൊക്കെ നോക്കുമ്പോണ്ടല്ലോ, ഒന്നുമില്ല കേട്ടോ, നമ്മളെ മക്കളുടെ അടുത്തൊന്നും ഒന്നുമില്ല. കാരണം ഉസ്താദുമാർ അത്രമേൽ ഭയപ്പാടിലാണ് കുട്ടികളുമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സമുദായം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മളിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്രമേൽ പഠിപ്പിച്ചിരുന്ന് അന്ന് അടി കിട്ടിയിരുന്നു. അടി കിട്ടുമ്പോൾ കുറച്ചൊക്കെ ചോദ പാടൊക്കെ ഉണ്ടാവും. പക്ഷെ ആ പാടുകളൊക്കെ ആ ഖുർആനിൻ്റെ ആയത്തുകളെ ഹൃദയത്തിൽ കൊത്തിവെക്കാൻ കാരണമായിട്ടുണ്ട്. നാളെ പരലോകത്ത് ഉപകരിക്കുന്ന രീതിയിലായി മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ഇന്നതില്ല. അതിന്ന് ഇല്ലാതെയായതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളെ തച്ചാൽ പോക്സോ കേസാണ്. മാത്രമല്ല, രക്ഷിതാക്കളെ ഇതേപോലുള്ള വിമർശനങ്ങളും തല്ലും ആര് വാങ്ങണം? ഉസ്താദുമാരും വാങ്ങും വേണം. ഒന്നതാണ്. പിന്നെ ചില ഉസ്താദുമാരുണ്ട്, അതും ഈ കൂട്ടത്തിൽ പറയാതിരിക്കുന്നത് പോലെ, കുട്ടികളെ തല്ലേണ്ടത് ഗുണകാംക്ഷയോട് കൂടിയാണ്. എന്നാൽ അതിര് കവിഞ്ഞ് തല്ലുന്ന ഉസ്താദുമാരുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഈ കുതിരയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ കുട്ടികളൊക്കെ വൈകുന്നേരങ്ങളൊക്കെ എല്ലാ കുട്ടികളും വരും. കാരണം ചെറുതും വലിയ കുതിരകളൊക്കെ ഉണ്ടാവുമ്പോൾ ഓലത് ഓടിക്കാനൊക്കെ വരുമ്പോൾ ഓല മദ്രസകളിലെ കാര്യങ്ങളൊക്കെ പറയും. എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും എന്നോടൊക്കെ പറയും. അപ്പം അന്ന് നമ്മളെ നാട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉസ്താദ് ക്രൂരമായി കുട്ടികളെ തല്ലുന്നത്, അതായത് ഒരു കുട്ടിനെ വേലിച്ചെടിയിൽ നിന്ന് വടി ഒടിക്കാൻ പറഞ്ഞയച്ചിട്ട് അത് വടി മുറിയണത് വരെ തല്ലും. എന്നിട്ട് ആ കുട്ടി അടുത്ത വടി കൊണ്ടും തല്ലും. ഒരു കുട്ടിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഡെസ്കിൽ തല കുത്തിയിട്ട് കുട്ടീൻ്റെ ഇവിടെ പൊട്ടിയതാണ്. അപ്പം അതിങ്ങനെ കൂടുതൽ ഫീഡ്ബാക്കുകൾ കുട്ടികൾ നമുക്കിങ്ങനെ തന്നപ്പോൾ അതൊരു ശരിയായ നടപടിയല്ല. സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉസ്താദിനെ ഒന്ന് പേഴ്സണലായിട്ട് പോയി കണ്ടു. പേഴ്സണലായിട്ട് പോയിട്ട് കണ്ടിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ, ഈ കോലം കുട്ടികളെ തച്ചാൽ റോട്ടിൽ നിന്ന് നല്ലൊരു ഫൈറ്റ് അതെങ്ങനെ ഉണ്ടാവും ചോദിച്ചു. ഉസ്താദിന് കാര്യം ബോധ്യപ്പെട്ടു. ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദ്, നിങ്ങളൊരു അധ്യാപകനാണ്, അപ്പം ആ മാന്യത നിങ്ങൾ കാണിക്കണം, നിങ്ങൾ ഗുണ്ടല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയേണ്ട അനുഭവം ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ചില പുഴുക്കുത്തുകൾ ഉണ്ട്. ഞാൻ ഈ വിഷയത്തിലല്ല പറയുന്നത്, നമ്മളെ അനുഭവങ്ങളിൽ നിന്ന് പറയാണ്. പക്ഷെ മൊത്തത്തിൽ നമ്മൾ ഈ വിഷയങ്ങളെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ന് ഉസ്താദുമാർക്ക് കുട്ടികളെ പഠിക്കാത്തതിൻ്റെ പേരിൽ ശാസിക്കാൻ പോലും ഭയമുള്ള ഒരു കാലത്താണ്. കാരണം കുട്ടിയെ അടിച്ചാൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് വരിക. പോക്സോ കേസാണ്. ഈ കുട്ടിയെ അടിച്ചു എന്ന് പത്രമാധ്യമങ്ങളിൽ വരൂല. ഉസ്താദിനെതിരെ പോക്സോ കേസ് വിദ്യാർത്ഥിയുടെ പരാതിയിൽ നിന്നാണ് വരിക. അതോടുകൂടി അയാളെ കുടുംബം കൊളായി. അപ്പം അതിന് ആൾക്കാർ ചിന്തിക്കുക വേറെ തരത്തിലാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, വേറെ തരത്തിൽ ചെയ്ത ഉസ്താദുമാരുണ്ട് കേട്ടോ. അപ്പം എന്താ പറഞ്ഞത്, ചില പുഴുക്കുത്തുകൾ എല്ലാത്തിലുണ്ട്. ആ പുഴുക്കുത്തുകൾ ഉണ്ടായതിൻ്റെ കാരണത്താൽ യഥാർത്ഥത്തിൽ ദീന് പഠിപ്പിക്കുന്ന കുട്ടികളെ ആ നിലക്ക് തന്നെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ശാസിച്ച് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എന്നിലുണ്ട് എന്ന് ബോധ്യമുള്ള ഉസ്താദുമാർക്ക് പോലും ഭയപ്പാടോടു കൂടിയല്ലാതെ കുട്ടികളെ സമീപിക്കാൻ കഴിയണില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ട്. ഇത് ഈ നിലക്ക് പോവുകയാണെങ്കിൽ
ഞാൻ മനസ്സിലാക്കുന്നത് വരും ഭാവികളിൽ മദ്രസ അധ്യാപനത്തിന് ആളെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഈ തുച്ഛമായ ശമ്പളത്തിന് ഈ തല്ലും ഈ പോലീസ് കേസും ഈ ജയിലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണോ? അവർക്കും കുടുംബല്ലേ? ആലോചിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ സംഗതി വേറൊരു തരത്തിലേക്ക് പോകും. ഏതായാലും ഈ അടിച്ചത് എന്തിനാണെന്നറിയില്ല. അടിച്ചതിൻ്റെ കാരണം ശരിക്കും അവിടുത്തെ ആളുകൾ അന്വേഷിച്ചിട്ട് അകാരണമായിട്ടാണ് ആ ഉസ്താദിനെ അടിച്ചത് എങ്കിൽ ആ അടിച്ച ആളുകളെ ഒന്ന് കൊണ്ടുവന്ന് മഹല്ലടിസ്ഥാനത്തിൽ ആ ഉസ്താദിനോട് മാപ്പ് പറയിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ചില അടികളൊക്കെ ചിലതൊക്കെ ചോദിച്ചു വാങ്ങുന്നതും ഉണ്ട് എന്ന് ഈ ഒരു വിഷയത്തിൽ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അതെ.